അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. എം ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനം. ഐസ്ലൻഡാണ് 1-ാം സ്ഥാനത്ത്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാകും പ്രവർത്തിക്കുക. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151-ാം സ്ഥാനം. ഫിൻലൻഡാണ് 1-ാം സ്ഥാനത്ത്. റൊമാനിയൻ പ്രസിഡന്റായി നിക്കുസോർ ഡാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. അരുണാബ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായി നിയമിതനായി. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം. UPSC ചെയർമാൻ അജയ് കുമാർ. കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എം ശാലീന. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്. മാനവ വികസന സൂചിക ഇന്ത്യക്ക് 130-ാം സ്ഥാനം. 1-ാം സ്ഥാനം ഐസ്ലൻഡ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ഇന്ത്യക്ക് 151-ാം സ്ഥാനം. ഫിൻലൻഡ് 1-ാം സ്ഥാനം. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസോർ ഡാൻ. UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായി നിയമിതനായത് അരുണാബ ഘോഷ്. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. മോഹൻലാലിന്റെ ജീവചരിത്രം മുഖരാഗം. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽമരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ വിമൺ ഫോർ ട്രീ. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിന്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന്. ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് 1,11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ബാനു മുഷ്താഖ്. ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മ. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. (2025) മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക്. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന്. 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവി. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. കലാരത്ന പുരസ്കാരം ഗായകൻ ബിജു നാരായണൻ. തപസ്യ കലാ സാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്.
ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളിനിക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കോക്കോ ഗഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത്. പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര. സാഫ് അണ്ടർ 90 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. അരുണാചൽ പ്രദേശ് ആയിരുന്നു സാഫ് അണ്ടർ 90 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യൻ. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിന്. വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളിനി. പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. സാഫ് അണ്ടർ 90 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യൻ. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് ചൈനയിലെ ഹങ്ഷു. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31 തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമി റിത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നു. 51 വയസ്സിൽ 19 തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻഡൻ കൂൾ. ചോൻസിംഗ് ആങ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത. അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ അന്തരിച്ചു. രാജ്യത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ എം.ആർ. ശ്രീനിവാസൻ അന്തരിച്ചു. ആധുനിക ഉറുഗ്വേയുടെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ പ്രസിഡന്റ് ഹോസെ മുഹിഗ അന്തരിച്ചു. ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗമായിരുന്ന എ. നജീമുദ്ദീൻ അന്തരിച്ചു.